എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് കന്നിരാശിയിലെ 2 നക്ഷത്രക്കാർക്ക് 2025 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. കന്നിരാശിയിലെ 2 നക്ഷത്രം ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം ചിത്തിര അരഭാഗവും ചേർന്നതാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ നേരത്തെയും 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കോൺടാക്ട് നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് 00965 തുടങ്ങുന്ന നമ്പർ, കുവൈറ്റ് നമ്പർ സേവ് ചെയ്തേക്കുന്ന ആൾക്കാർ അതൊന്ന് ബ്ലോക്ക് ചെയ്യുക. കാരണം ആൾമോസ്റ്റ് 6 months ആയി ഞാൻ കുവൈറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ നമ്പർ വേറൊരാളുടെ കയ്യിൽ പോകും. അതുകൊണ്ട് തന്നെ ആ നമ്പർ ഒന്ന് ബ്ലോക്ക് ചെയ്യുക. പുതിയ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 8921555852. അടുത്ത നമ്പർ 7994043553. ഈ 2 നമ്പറും ഇന്ത്യൻ നമ്പറാണ്. ഇത് മറ്റേ നമ്പറിന് പകരമായിട്ട് സേവ് ചെയ്യാന്നുള്ളതാണ്. 2025 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്ലോ മൂവിങ് പ്ലാനറ്റ്സും രാശി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ശനി മാർച്ച് 29 6ാമത്തെ രാശി വിട്ട് കേന്ദ്രാഭാവത്തിൽ 7ാം ഭാവത്തിൽ അല്ലെങ്കിൽ കണ്ടകഭാവത്തിലാണ് ശനി മാറുന്നത്. വ്യാഴം മെയ് മാസം 14 ധർമ്മഭാവം വിട്ട് കർമ്മഭാവത്തിലും, രാഹുകേതു മെയ് മാസം 18 12, 6 ഭാവങ്ങളിലോട്ടും രാശി മാറുന്നു എന്നുള്ളതാണ്. വ്യാഴത്തിന് 9, 10 ഭാവങ്ങളിലോട്ടുള്ള സ്വാധീനം വീട് വാങ്ങാനും വീട് വെക്കാനും ഒക്കെ അനുകൂലമാണ്. മെയ് മാസത്തിന് ശേഷം വീട് പണി പൂർത്തിയാകാതിരിക്കുന്ന ആൾക്കാർക്ക് വീട് പണി പൂർത്തിയാകാനും ഒക്കെ തന്നെയും വളരെയധികം അനുകൂലമായ കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് 9, 10 ഭാവങ്ങളിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം വീടുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചതെന്ന് ചിന്തിക്കും അല്ലേ. അതായത് ചതുർഭൂമികം തദ്ഗ്രഹം തസ്യ ഭൂമി എന്ന് 9 വ്യാഴത്തിനെ കൊണ്ടും, ഗുരു കർമ്മകേ മന്ദിരം ചിത്രശാലം എന്ന് 10ാം ഭാവത്തിലെ വ്യാഴത്തിനെ കൊണ്ടും ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് 2025 വീട് പണി പൂർത്തിയാകാനും ഫിനിഷിംഗ് സ്റ്റേജിലോട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം. 2025 ഹയർ സ്റ്റഡീസിനും പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷനും ഒക്കെ തന്നെയും വളരെയധികം അനുകൂലമാണ്. അലസതയും മടിയും എക്സ്ക്യൂസസ് കണ്ടുപിടിക്കുന്ന പ്രകൃതം ഒക്കെ ഉണ്ടാകും. അത് എസ്പെഷ്യലി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക. മടിയും അലസതയൊന്നും ഉണ്ടാവരുത്. നീതിബോധവും നീതിബോധം ഉണ്ടാവും. അധർമ്മത്തിന് കൂട്ടു നിൽക്കാതെ ശക്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും. സ്പൗസിന് വളരെ പ്രാക്ടിക്കൽ അപ്രോച്ച് ആയിരിക്കും പൊതുവിൽ ഈ രാശിക്കാർക്കുണ്ടാവുക. സ്പൗസിൻ്റെ നിലപാടുകളെ അവഗണിക്കുന്ന പ്രകൃതം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകരുത്. അത് ഒരുപാട് അകൽച്ചയ്ക്ക് കാരണമാകും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? 7ാം ഭാവാധിപതി എന്ന് പറയുന്ന വ്യാഴാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ വളരെ